ما شاء الله كان وما لم يكن لم يكن لا حول ولا قوة إلا بالله. بسم الله ما شاء الله كان وما لم يكن لم يكن لا حول ولا قوة إلا بالله العلي العظيم. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين على آله وصحبه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷയം സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞതുപോലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമാണ്. വാസ്തവത്തിലെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യങ്ങളോ അഭിലാഷങ്ങളോ അല്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുരുഷ വിഭാഗത്തിൽ നിന്ന് തന്നെ പൊന്തി വന്നതാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പോരാ എന്നുള്ളതാണ്. അതിൻ്റെ അടിത്തറ സതുദ്ദേശമാണെന്ന് എനിക്ക് പറയാനുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും കൂടി ഇടകലർന്ന് ഉള്ളൊരു ജീവിതം അഭിലഷിച്ചുകൊണ്ടുള്ളതാണോ എന്ന് സംശയിക്കുന്നു. ഇപ്പോഴാ വിഷയമില്ലല്ലോ. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യം പോരാ, മൂല്യാക്കന്മാരും മൗലവിമാരും ഓരോ അങ്ങനെ ചെയ്യുന്നതൊന്നും ഇപ്പോൾ വർദ്ധനമില്ലല്ലോ. കാര്യമല്ല, ആ ഉദ്ദേശം നോർമലായി. ഇപ്പം പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിച്ച് എന്താണോ അതെല്ലാറ്റുമായി സഹിജാബില്ല, മറയില്ല, മറ്റില്ല, മറിച്ച് നമ്മുടെ രാജ്യങ്ങളില്ല. അപ്പോൾ അതാണ് എൻ്റെ അടിത്തറ. വാസ്തവത്തിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുള്ള ആഗ്രഹമോ നിർബന്ധമോ ആയിരുന്നില്ല. പിന്നീട് ഒടുവിൽ അവരും നമ്മുടെ കൂടെ ചേർന്നു എന്നുള്ളതാണ്. ഇത് വസ്തുതയാണ്. എനിക്ക് വയസ്സ് 78 ഈ രംഗത്ത് മുനീർ പറഞ്ഞത് ഇച്ചിരി കൂടുതലേ ഉള്ളൂ. 55 കൊല്ലം ഈ രംഗത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലതും അറിയും. ആ പഴയ നല്ലതിൻ്റെ വാലും ഈ ചീത്തയുടെ തലയും രണ്ടും ഞാൻ കണ്ടതാണ്. പഴയ നമ്മൾ കുട്ടികൾ പറയത്തില്ല, ഓൾഡ് ഈസ് എ ഗോഡ്. ആ പഴയത് ആ നന്മയുടെ വാല് ഞാൻ കണ്ടതാണ്. ഇത് ഈ തിന്മയുടെ തലയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിൽ നിന്ന് ഒരുപാട് അനുഭവ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ഇപ്പോൾ ഈ അവസരത്തിൽ വിദ്യാസമ്പന്നരും പ്രശസ്തരും പ്രഗത്ഭരുമാണ് എന്നെ ഒരു രണ്ട് ആത്മീയങ്ങളുണ്ട്. അയാളും ഒരു ആദിവച്ചിട്ടുണ്ട്. അതെന്നെ പരിചയപ്പെടുത്തി അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കണ്ടീഷൻ, നമ്മളെല്ലാം ഖുർആൻ വിശ്വസിച്ച് അതിനെ അനുസരിക്കണമെന്ന് വാദിക്കുന്നവരാണ്. ഖുർആനാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. ഖുർആൻ മാത്രമാണെന്ന് വിശ്വസിച്ചായിരുന്നാൽ മതി. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹു ജിബ്രീൽ മുഖേന അയച്ചൊരു സർക്കുലറാണ്. നമ്മളുടെ എല്ലാ നടപടിക്രമങ്ങളും ഖുർആനിനെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു വലിയ ഭാഗം റസൂലുള്ളാഹിൽ കിടക്കുകയാണ്. നബിക്ക് നേരിട്ട് പടക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിനെ, അവൻ്റെ വിവരങ്ങളെ പ്രവാചകന്മാർക്ക് അറിയിക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് മലക്കുകളുടെ മധ്യസ്ഥതയോടുകൂടി, മറ്റൊന്ന് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടും. മലക്കുകളുടെ മധ്യസ്ഥതയോടുകൂടി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ മലക്ക് പ്രത്യക്ഷനായിരിക്കും, ചിലപ്പോൾ മലക്ക് അപ്രത്യക്ഷനായിരിക്കും. മലക്കിനെ പല പ്രത്യക്ഷത്തിൽ കണ്ട് ദൈവത്തിൻ്റെ വാക്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് പ്രവാചകന്മാർക്ക് ഉണ്ടാകാം. മറ്റു ചിലപ്പോൾ ദൈവത്തിൻ്റെ വാക്യങ്ങൾ നേരിട്ട് ആ പ്രവാചകന്റെ മനസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അങ്ങനെ വരുമ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ മലക്ക് മുഖേന അറിയിച്ചിട്ടുള്ള കാര്യം. ഈ മലക്ക് മുഖേനയുള്ള സർക്കുലർ വരാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 40 കൊല്ലം നമ്മുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. അത് ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഈ നിസാനത്ത് എനിക്ക് വരുന്നതിന് മുമ്പ് 40 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്.
അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിച്ചപ്പോൾ സംതിങ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. അങ്ങനല്ലേ ഞാൻ അത് ലഭിച്ചും മുറം കബലിഹി അഫലാത്താക്കലും. ഈ റിസാലത്ത് നിങ്ങൾക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു 40 കൊല്ലം നിങ്ങളോട് ജീവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പരിഗണിക്കുന്നില്ലേ, ശ്രദ്ധിക്കുന്നില്ലേ? അങ്ങനെ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കൊടുത്തിട്ടുള്ള വമ്പിച്ച ഒരു അറിവിന്റെ സമൂഹമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ ചെറായി. അതുകൊണ്ടാണ് ഖുർആനിൽ ഉടനീളം ആവാതെ കൂടെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നബിക്ക് വഴിപ്പെടൂ, നബിക്ക് വഴിപ്പെടൂ, റസൂൽ അള്ളാഹ്, റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് വഴിപ്പെടും. ബ്ലാങ്കായിട്ടങ്ങ് പറഞ്ഞിരിക്കുന്നുണ്ട്. നബിക്ക് വഴിപ്പെട്ടാൽ അള്ളാഹുവിനോട് ഖുർആനില്ലേ അങ്ങനെ ഒമാക്കും റസൂൽ റസൂൽ എന്ത് പറയുന്നു അപ്പോൾ നിങ്ങൾ കേട്ടോ. റസൂൽ എന്ത് വിട്ടേക്കാൻ പറഞ്ഞ് വിട്ടേക്കണം. പിന്നെ പരിശോധിക്കാൻ മാക്കാണ് മോമിന് വരാ മോമിനത്തിന് റസൂലുഹു അമ്രാൻ. അള്ളാന്റെ റസൂൽ നിങ്ങൾക്കൊരു വിശ്വസിക്കാൻ പുനഃപരിശോധിക്കാൻ മുസ്ലിം ലോകത്തിന് അധികാരമില്ല. ഇതെല്ലാം ഖുർആനിലുള്ളതല്ല. അപ്പൊ അത് അങ്ങനെ നബിക്ക് വഴിപ്പെടുക, നബിക്ക് വഴിപ്പെടുക, നബിക്ക് വഴിപ്പെടുക എന്ന് ഞങ്ങൾ വളരെ വരാതെ ഖുർആൻ പറയുമ്പോൾ നബി എന്ത് പറഞ്ഞെന്ന് ശ്രദ്ധിക്കുകയല്ല, ഖുർആൻ എന്തുണ്ടെന്ന് ചിന്തിക്കുന്ന ഖുർആൻ എവിടെ? നോർമൽ കോഴ്സിൽ ഇതൊരു സാധാരണ രീതിയിൽ ആർക്കും ഇത് മനസ്സിലാക്കുന്ന വിഷയമാണ്. നിരവധി ആയത്തുകൾ കൊണ്ട് നബിക്ക് വഴിപ്പെടൂ, നബിക്ക് വഴിപ്പെടൂ, നബിക്ക് വഴിപ്പെടൂ എന്നാണ് അല്ലാഹു തആല. വഴിപ്പെടൂ എന്നാണ്. അത്തിയുല്ലാഹു അത്തിയു റസൂൽ, റസൂലിന് വഴിപ്പെടൂ എന്നാണ്. ഇതിങ്ങനെ വഴിപ്പെടൂ വഴിപ്പെടൂ എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അല്ലാഹു തആല പറഞ്ഞു ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ലം യഗ്ഫിർ അല്ലാഹു ലഹും ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരുന്നു. 70 പ്രാവശ്യം തങ്ങൾ പൊറുക്കലിനെ തേടിയാൽ അവർക്ക് ഞാൻ പൊറുക്കില്ല. കാരണം അവർ എന്റെ പ്രതിനിധി ആക്ഷേപിച്ച കേസിൽ അവർ പറയുക റസൂലിനെ അവർ അംഗീകരിച്ചില്ല. ഇന്നിവിടെ ചർച്ചറോ ഇവിടെ ചർച്ചയൊന്നുമില്ല. അത് ശരിയാണ്. നമ്മളൊരാളിൻ്റെ അടുത്തേക്ക് ഒരാളിനെ അയച്ചാൽ നമ്മൾ ആക്ഷേപിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ട് എടുക്കുന്ന ആണുങ്ങൾ പ്രതിനിധി ആക്ഷേപിച്ചാൽ അല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യതയുടെ ഫൗണ്ടൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മാന്യനായ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്. അത് നമ്മൾ പ്രതിനിധിയാക്കുന്ന പോലല്ല. അപ്പൊ ആ നബിയെ അവഹേളിച്ചു അല്ലെ അംഗീകരിച്ചില്ല എന്നുള്ള കാരണമുള്ളത് കൊണ്ട് നബി 70 പ്രാവശ്യം അവർക്കുള്ള പ്രകൃതിക്കാൻ ഞാൻ പുറത്തില്ല. ഇതിനെല്ലാം നബിയെ പൂർണ്ണമായി പറ്റില്ല. നബി എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, ഈ സഹാബത്ത് ഇതെല്ലാം വിശ്വസിക്കുന്നില്ല. അവരുടെ നടപടിക്രമങ്ങൾ പാകപ്പെടുത്തുന്നതിന് പരിശുദ്ധ ഖുർആനിൽ എന്തുണ്ട് പറഞ്ഞ സഹാബത്തിന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ഖുർആനെ അവലംബിക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. ഖുർആനിൽ എന്താണ് ഇതിന്റെ വിധിയെന്ന് നോക്കുന്ന ജോലി അവർക്കില്ല. ഖുർആനിന്റെ ഡെഫിനിഷൻ എന്താ? ഖുർആനിന്റെ ഡെഫിനിഷൻ എന്താ? ഖുർആൻ എല്ലാത്തിനുണ്ടൊരു ഡെഫിനിഷൻ. അത് ഡെഫിനിഷൻ ഖുർആൻ اللفظ المنزل على عبده محمد رسول الله للإعجاز في سورة منه المتعبد بتلاوته ഓതൽ ഖിറാഅത്ത് ഓതൽ ഇബാദത്താക്കിയിരിക്കുന്ന അല്ലാഹുവിന്റെ കുറേ വാക്യങ്ങൾ ഓതൽ ഇബാദത്താക്കിയിരിക്കുന്നു. നമ്മുടെ നടപടിക്രമങ്ങൾ എടുത്ത് നോക്കിവെച്ച് ഭാഗപ്പെടുത്തി എടുക്കുന്നതിന് എന്റെ ആവശ്യമല്ല. നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പ്രവാചകനാണ് ശരിക്കും എൻ്റെ അടുത്ത് നിന്ന് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയ ആളിനെ ഞാൻ അങ്ങോട്ട് അയച്ചത്. എൻ്റെ അടുത്ത് പ്രാക്ടിക്കൽ നോളജ് ഫിസിക്കത്തുള്ള ആളങ്ങോട്ട് വന്നിട്ടുണ്ട്. MBBS പാസ്സാക്കി വെച്ചിരിക്കുകയല്ല. 2 കൊല്ലം അവിടെ ആണുങ്ങളുടെ കൂടെ പ്രാക്ടിക്കൽ നോളജ് കിട്ടിയെങ്കിൽ ടെലസ്കോപ്പ് എടുത്ത് കുത്താൻ ഒരാഴ്ചയുള്ളൂ, അല്ലെങ്കിൽ സ്പ്രിന്റ് എടുക്കാൻ അല്ലേ, അല്ലാതെ എടുത്താൽ വിവരം അറിയില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് പ്രാക്ടിക്കൽ നോളജ് കിട്ടിയ നബി ഞാൻ ആക്കിയിട്ടുണ്ട്. നബി പറഞ്ഞു തരുന്നു എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. അത് മാത്രമാണ് നിങ്ങളുടെ ആധാരം. അതിന് തെളിവുണ്ടാണ്. സഹാബത്ത് അങ്ങനെ നോക്കിയില്ലായിരുന്നു എന്നുള്ള 1-2 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ഓർമ്മ. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ ആദ്യം തന്നെ അതെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി വഫാത്തായപ്പോൾ നബി വഫാത്തായി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ബാക്കി എൻ്റെ ഡിഫറൻസ് നബി മരണപ്പെട്ടു നമ്മൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല. ഹിന്ദുക്കളുടെ ചത്തു എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുറവുള്ള വാക്കല്ല.
കെട്ടിപ്പിടിച്ചെന്ന് പറയാം, അയ്യോ മോനെ നീ എങ്ങനെ ചത്തടാന്ന് ചോദിച്ച് കരയുന്നത്. അപ്പൊ ചത്തു എന്നുള്ള പദം അവർക്ക് കുറഞ്ഞ പദമല്ല. എന്നാൽ നിന്റെ വാപ്പ എപ്പോഴാണ് ചത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോയി മിസ്റ്റർ നിങ്ങൾ വാപ്പ എപ്പോൾ ചത്തു, വീട്ടിൽ പോകാനൊക്കത്തില്ല അല്ലേ? അപ്പൊ ആ പേര് ഒരു മാറ്റം. പുല്ല് നമ്മൾ അറുക്കുന്നെന്നാണ് പറയുന്നത്, പോച്ച നമ്മൾ അറുത്തെടുക്കും അല്ലേ? വാസ്തവത്തിൽ അതിൻ്റെ അസുലിൽ നിന്ന് തിരിക്കുക അരുവ കൊണ്ടാണ്. ഒരു ഇരുമ്പ് ഒന്ന് തന്നെ മുറിച്ച പുല്ലരിയുക, ഗച്ചനുള്ളുക, തേങ്ങ പറിക്കുക അല്ലേ? നെല്ലിൻ്റെ അവിടെ വരുമ്പോൾ കൊയ്ത്ത് സാധനം ആ ഇരുമ്പ് തന്നെയാണ്. ഈ മുറിച്ചെടുക്കുക പുല്ലരിയുന്ന പോലെ തന്നെയാണ്. അവിടെ വരുന്നതിൻ്റെ കൊയ്ത്ത് നെല്ലരിയുക എന്ന് അവിടെ പറഞ്ഞൂടെ. അപ്പോൾ സാധനങ്ങൾ മാറുന്നതിന് ചില മാറ്റമുണ്ട്. അത് മനുഷ്യന്റെ ഇടയിൽ ഉറുഫിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം മരിച്ചെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്കൊരു ശ്രേഷ്ഠത കൂട്ടി നമ്മൾ വഫാത്തായെന്ന് പറയുന്നു. അത് വലിയ തെറ്റെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. അല്ല, അപ്പോൾ റസൂലുള്ളാഹി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്പം മുതലുണ്ടായി. എനിക്ക് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള മുതലെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസറിയുടെ അത്ര ഇല്ല, അതിൻ്റെ അടുത്ത. അപ്പോൾ അത് വാങ്ങാൻ വേണ്ട ഒരു പുറപ്പോ ഒരു ആടോ ഒട്ടോ ഉണ്ടോ ഇവർക്കറിയാം. ഇതെല്ലാം ഈ കൃത്യമായിട്ട് ഈ മുഴുക്കന്മാർക്കാണ്. ഞാൻ ഓരോ പേരോട് ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ കഥ കൂടുതൽ ഇവർക്ക് അറിയാം. അവർ ചെയ്യുന്ന സായി ചെറുതൊന്നുമല്ല കേട്ടോ. കൊച്ചു 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 മസ്കറുകൾ ഈ എപ്രാളം പിടിച്ച് വീടും നാടും കുടുംബവും എല്ലാം ഉപയോഗിച്ചിട്ട് 7-ാം പാഠത്തിൽ നിൽക്കലേ വന്നു ഒരു സ്വൈരമായി സംതൃപ്തമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് കരുതി അധ്വാനിക്കാവുന്ന പിള്ളേരെ അവർക്ക് ഇതൊന്നും സമയമില്ല. അവരെ പിടിച്ച് സൂത്രത്തിൽ ഒഴിവുള്ള സമയം നോക്കി ഇനിയായ അറിവും ഒരു പ്രാർത്ഥനയും മറ്റൊരു നിസ്കാരവും എല്ലാം അത് അവർക്ക് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നതിന് ഈ ഗൾഫ് മുഴുവൻ കൂടി അതിന് വിലവെച്ചാലാകില്ല. എത്ര നല്ല സേവനം അവർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ ഇനി കേൾക്കാൻ നിങ്ങളെപ്പറ്റി ഞാൻ എന്താ പറയുന്നത്. അപ്പം ഈ മുതൽ അന്ന് ഫാത്തിമയിൽ മാത്രമേ ഉള്ളൂ, വേറെ അവകാശങ്ങളല്ല. മക്കളൊക്കെ പോയി ഹദീസാര സിദ്ദീഖ് അബൂബക്കർ എന്നിട്ട് എന്താ മോളെ വന്നു, എന്താ മോളെ വന്നോന്നുള്ള അവിടെ ഹദീസില്ല. അത് ഞാൻ പറയുന്നതാ കേട്ടോ. എന്താ മോളെ വാപ്പാടെ കാലം എന്തോന്നുണ്ടോ പുസ്തകം മുതലുണ്ടല്ലോ, അത് വാങ്ങാമോ മോളെ? അതെങ്ങനാ അത് വാപ്പാടെ മുതൽ എങ്ങനെ ഞാൻ തരാൻ പാടില്ല. ആ മുതൽ ഫാത്തിമയ്ക്ക് കിട്ടണമെന്ന് നമ്മളിരിക്കുന്ന ഒരൊറ്റ ഓട്ടത്തിനെതിരായിട്ട് ചെയ്യത്തില്ല. നമ്മളെല്ലാവരും പറയും ഫാത്തിമയ്ക്ക്. പെണ്ണുങ്ങളാണെങ്കിൽ അവർ വാളെടുക്കും, ഫാത്തിമയ്ക്ക് കൊടുത്തില്ലെങ്കിൽ. നമ്മുടെ പെണ്ണുങ്ങൾ ഫാത്തിമാനാക്കിയാലെന്ന് പറയും. അവിടുത്തെ മുഴുവൻ സഹാബത്തിൽ ഫാത്തിമയ്ക്ക് കിട്ടുന്ന താല്പര്യത്തിന്റെ വിഷയത്തിൽ സിദ്ദീഖിനേക്കാൾ കൂടുതൽ അത് ആർക്കും കാണത്തില്ല. എത്രമാത്രം ഇഷ്ടമാണ് ഫാത്തിമയാണ്. പറഞ്ഞു മോളെ തരാൻ പറ്റില്ല. എന്താ അതൊന്നും ചോദിച്ചില്ല. തരാൻ പറ്റിയില്ല. കാരണം വാപ്പ പറയുന്ന ഞാൻ കേട്ടുപോയി. നഹ്നു മഅശറൽ അംബിയാ ലാ നൂറസു, ഞങ്ങൾ അമ്പിയാക്കന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. അനന്തര സ്വത്തെടുക്കാൻ പാടില്ല. മാ തറക്കനാഹു സദഖ, ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നത് ധർമ്മത്തിന് പോകേണ്ടതാണ് എന്ന് വാപ്പ പറയും. ഞാൻ കേട്ടുപോയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ചാക്കും മടക്കും കെട്ടി അങ്ങ് പോയി. അപ്പൊ എന്ത് പറ്റി ഇവിടെ? മോള് ചാക്കും എല്ലാം മടക്കത്തെ വെറുതെ വെറും കൈയോടുകൊണ്ട് പോയി. അതുപോലെ എനിക്ക് ഇപ്പൊ കരച്ചിൽ വരും. ഫാത്തിമാന് വെറുതെ പോയിരുന്നു. അത് നിവർത്തി ഉണ്ടോ? ധൈര്യം അനുകമ്പയിലും സിദ്ദീഖുലൊക്കെ പറഞ്ഞ അനുകമ്പയുണ്ടോ ഫാത്തിമയോട്? നമുക്ക് കൊടുത്തില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു കാര്യം വലിയ ആളിന് ഒരു പരാജയം വന്നല്ലോ. വലിയ ആളെന്ന് പറഞ്ഞ ആരാ? നബിക്ക് മോളെ ചൊവ്വയെ ഖുർആൻ പഠിപ്പിച്ചു. അല്ല വേറെ എന്താ എന്ന് പറയണ്ടോ? സൂറത്തിന് നിസ്സാരം കൊണ്ട് എടുത്താൽ 2ാമത്തെ പേജിൽ കാണാം. അതുജാലു يوصيكم الله في أولادكم للذكر مثل حظ الأنثيين وإن كن نساء فوق 2 فلهن ثلث ما ترك وإن كانت واحدة فلها النصف. സ്വത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ കാര്യത്തിൽ നിർബന്ധമായ ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. 2-2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ സ്വത്തിന്റെ 3 അവർക്ക് മാറ്റിയേക്കേണ്ടതാണ്. സ്വയം കാലത്ത് വാഹിദത്തെന്ന് ഒരൊറ്റ മകളെ ഒരാളിനുള്ളൂ എങ്കിൽ ഫലഹൻ നിസ്ഫു, അവർക്ക് സ്വത്തിന്റെ പകുതിയും കൊടുക്കേണ്ടതാണ്. കുറെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ തിരിച്ചു മറിച്ചും കൂട്ടണ്ട. ഇത്ര വ്യക്തവും സ്പഷ്ടവുമായി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ
സിദ്ദീഖുലൊക്കെ പറഞ്ഞു മോളെ വരാൻ പറ്റത്തില്ല. വാപ്പ പറഞ്ഞു ഞങ്ങൾ അമ്പിയാക്കന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അനന്തരത്തിൽ വെക്കാൻ പാടില്ല. എന്നാ ദീനിന്റെ സുപ്രീം അതോറിറ്റിയായ സഹാബത്ത് ഒരു കുട്ടിയാണ് ഇതിന്റെ അഭിപ്രായം പറഞ്ഞു. അല്ലെങ്കിൽ അമീറുൽ മോമിനീൻ ഖുർആനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നില്ലേ, ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എഴുതി കാര്യത്തിൽ ചെയ്തു എന്ന് പറയാൻ ഖുർആനെതിരാ അങ്ങനെ ചോദിച്ചത് ഖുർആന് കടവ് വിരുദ്ധവാ. കാരണം മണി വിട്ടത് റസൂല് പകരാത്ത റസൂല് പറഞ്ഞ ആദ്യം വഴിപ്പെട്ടോളും എന്നാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടു. ആത്താക്കും റസൂല് ബന്ധവും റസൂൽ എന്ത് പറയുന്നു അപ്പാടെ തീർച്ചയോളം ഖുർആൻ ലിസ്റ്റല്ലേ. അപ്പൊ ഈ സിദ്ദീഖുകൾക്ക് മുമ്പ് റസൂൽ പാടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെതിരെ ഖുർആൻ വായിക്കാൻ ഒരുങ്ങിയാൽ ഖുർആന്റെ കടകൾ വിരുദ്ധമാണ്. മനസ്സിലാകാൻ പ്രയാസമല്ലോ ഇല്ലല്ലോ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് വേറൊന്ന്, മുത്താൻ ചെന്നല്ല ഹജറുൽ അസ്വദ് മുത്താൻ ചെന്ന സംഭവം എല്ലാവരും മുത്തി എവിടെയാൻ ദൂരമാണ് ഫാറൂഖ്. ഇതിനൊക്കെ അഭിപ്രായമൊക്കെ പറയാം. അഭിപ്രായത്തോട് ചോദിച്ചു വഴിയുണ്ടാവും ഒരു ദിവസം. ഫാറൂഖ് റസൂലുള്ളാഹിക്ക് ചിലർ അഭിപ്രായങ്ങളൊക്കെ പറയും. ആ അഭിപ്രായത്തോട് യോജിച്ച് അടുത്ത ദിവസം ഓർഡറും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും മുത്തും മൂപ്പരിങ്ങനെ ദൂരം മാറി നിൽക്കുകയായി. മുത്തുന്ന രണ്ടുണ്ട്, കാലിക്കാട് മുത്തുന്നു. ഇന്നത്തെ പോലെ തിരക്കൊന്നും കാണത്തില്ല. മൂപ്പരിങ്ങനെ കാലുവാട്ടി എല്ലാം പറയുന്നത് കാലുവാട്ടി അല്ല മുത്തുന്നില്ല. മുത്തടോ നിങ്ങളൊക്കെ മുത്തി അവിടെ മുത്ത കുറച്ചുകാരെല്ലാം കഴിഞ്ഞ് എല്ലാവരും മുത്തി തീർന്ന മെല്ലെ കല്ലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി ആരുടെ മണ്ണൊക്കെ ഹജറും നിങ്ങളൊരു കല്ലാണെന്ന് എനിക്കറിയാം. മാ തമ്പോ പോലെ തമ്പോ നിന്നെക്കൊണ്ടൊരു ഓണോ ഇല്ലൊരു ദോഷവും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ലൗലാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, അള്ളാന്റെ റസൂൽ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടുപോയി. അല്ലെങ്കിൽ മാക്കപ്പത്തൊക്കെ ഞാൻ മുത്തത്തില്ല പോയി പറഞ്ഞു. നബി മുത്തുന്ന കണ്ടുപോയി, നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ചിന്തിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നബി എന്ത് പറഞ്ഞു, നബി എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചല്ലാതെ ഖുർആനിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തിച്ചത് തെളിവെടുക്കുന്നത് ഖുർആനിൽ വിരുദ്ധമാണ്. ഖുർആന് വിരുദ്ധമായിട്ട് അള്ളാഹ്ക്ക് വിരുദ്ധമാണ് കഴിഞ്ഞില്ലെന്ന് പറയാൻ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ 100% എടുക്കുന്നവരോട് മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഖുർആനിൽ നിന്ന് ക്വാളിഫൈഡ് ആകുന്നതിന് 35% മാത്രമാണ്. അതുപോലെ ഖുർആനിൽ നിന്നൊരു 35% എടുത്താൽ ഇസ്ലാം ആകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ആവശ്യമില്ല. ഖുർആനിൽ ഇത്രയും മഹാന്മാരായ ആൾക്കാർ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഖുർആൻ അനുസരിച്ച മുസ്ലിമോ മൂമിനോ ആണെങ്കിൽ ഖുർആൻ എത്ര ശതമാനം എടുക്കും? നിങ്ങളുടെ അഭിപ്രായം പറയാം. ഒരു 60-65% പോലെ 99.9 അംഗീകരിച്ചു, ഒരു പോയിന്റ് വിട്ടു. എന്നാലോ ഇത് നിങ്ങൾ സമ്മതിച്ചു. അപ്പൊ ഖുർആൻ 100% ഞാൻ അംഗീകരിക്കും, എന്റെ മുമ്പിൽ അംഗീകാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യാതെ അതിന് 10% ഞാൻ അംഗീകരിക്കത്തില്ലെന്ന് മനസ്സിൽ തോന്നിയാൽ അവന്റെ വിധി എന്താ? പറ, നിങ്ങൾ പറ. എന്തായാലും നിങ്ങൾക്ക് സൂത്രമൊന്നും എടുക്കരുത്, പറ. 10 കാഫിറ. അപ്പൊ ഇനി ഞാൻ ആരെയും കാഫിറാക്കി എന്നതൊന്നും പറയരുത് കേട്ടോ. ഉള്ള കാര്യം നിങ്ങളുടെ വിധി അത്ര ആൾക്കാരില്ല. ഈ കരാറിൽ ഖുർആൻ 100% അംഗീകരിക്കണം എന്ന വിശ്വാസത്തോടുകൂടി കേൾക്കുന്നവരോട് മാത്രമേ സ്ത്രീകളെ സംബന്ധിച്ച വിഷയം പറയാനൊക്കത്തുള്ളൂ. ഖുർആൻ പറഞ്ഞിരിക്കുന്നത് റസൂൽ എന്നപോലെ പറഞ്ഞു പറയാൻ കേട്ടോളണം. എന്താണെങ്കിലും അനുശാസിക്കുക. അപ്പൊ അങ്ങനെ വിഷയത്തിലേക്ക് ഇറക്കാം. ഇത്രയും ആമുഖമായിട്ട്. അപ്പൊ ഖുർആൻ 100% അംഗീകരിക്കണം. നമ്മൾ ഖുർആൻ 100% അംഗീകരിക്കാൻ വേണ്ടി പറഞ്ഞൊന്ന് അന്വേഷിച്ചിട്ടേ ഉള്ളൂ നിങ്ങളെ. അപ്പൊ അത് തന്നെ. അതില്ലാതെ കൊവ്വാമൂനാട് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒബ്സലൂട്ട്ലി വിളിച്ചത്. ലോകത്ത് സ്വാതന്ത്ര്യം ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇസ്ലാമാണ്. ഒരു പെൺകുട്ടി ജനിച്ചു പോയാൽ അതിന് ജീവനോടുകൂടി കുടിച്ചിടാൻ ധൈര്യപ്പെടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നുള്ളത് വേദവും പുരാണവും ഇതിഹാസവും എല്ലാം ഉണ്ട്. എല്ലാ ചരിത്രകാരന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ജീവനോടുകൂടി കുടിച്ചിട്ടു. പിന്നെ അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആനിലുണ്ട്. വൈദൽ മൗഊദത്ത് കുതിരൻ, നാളെ മഹ്ശറയിൽ വെച്ച് കുടിച്ചിടപ്പെട്ട കുട്ടികളോട് അല്ലാഹു ചോദിച്ചു, എന്ത് ചെയ്തിട്ടാ കുട്ടികളെ നിങ്ങളെ ഇവർ കുടിച്ചിട്ടത്?
എന്ന് ആ കുട്ടികളോട് പടക്കുന്ന ആളെ ചോദിക്കുന്ന ഖുർആനിലുണ്ട്. അപ്പൊ ഒരു കുഴിച്ചിടൽ നടന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ സ്വന്തം കുട്ടികൾ പെണ്ണായി പോയാൽ ജീവനോട് കുഴിച്ചിടാൻ മാത്രം കാർക്കശ്യ മനോഭാവമുള്ളൊരു സമുദായമായിരുന്ന അയാള് പുറത്തെവിടെ പോയി അയാൾക്ക് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു പെണ്ണാണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കയറിയില്ല വീട്ടിൽ. അയാൾ അവിടെ നിന്ന് വെച്ചെന്ന് പോയി. അപ്പൊ ഭാര്യ എല്ലാം കവിതാവാസനയുള്ളവരല്ലേ അറിഞ്ഞ ആണും പെണ്ണും അവരവിടെ കിടന്നോട് പറയുന്നു അബൂൽ അൽഫാൽ നമ്മളെടുത്തിട്ട് വരുന്നില്ല. അയലത്ത് വന്നിരുന്നിട്ട് അതിന് പറ്റി ഓർമ്മയില്ല. അയലത്ത് വന്നിരുന്നിട്ട് അയാൾ പോകുന്നു. എന്താ പറ്റിയതായിട്ട് അയാൾ പറയുന്നത് ഞാൻ പെൺകുട്ടിയെ പ്രസവിക്കുന്നില്ല. അയാൾ എന്നിൽ നിക്ഷേപിച്ചതല്ലേ എനിക്ക് പ്രസവിക്കാൻ കഴിയുള്ളൂ. അയാളെ ഞാൻ ആൺകുട്ടിയെ പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയുടെ ബീജമായ എന്നിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ ഞാൻ ആൺകുട്ടിയെ പ്രസവിക്കണമെന്ന് എന്ന് അപ്പൊ ആ പെണ്ണ് പറഞ്ഞു എന്നിൽ നിക്ഷേപിച്ചതല്ലേ എനിക്ക് പ്രസവിക്കാം. പിന്നെ അയാൾ എന്താ എൻ്റെ അടുത്തോട്ട് വരാത്തത്? ആൺകുട്ടി പെൺകുട്ടി ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മാന്യമായ നിലവാരം തറക്കൽ വാലിദാനുള്ള ക്രമം ഒരു നിശായി നിമ്മ തറക്കൽ വാലിദാനുള്ള ക്രമം നിമ്മ കസുറ നിമ്മ കല്ല ഔ കസർ നസീബമ്മ. പെണ്ണുങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ടു, ആണുങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ടു. അല്ലാഹു തആല നിശ്ചയിച്ചനുസരിച്ച് കൊടുക്കേണ്ടതാണ്. സ്വത്തിന് അവകാശം ആദ്യമായി പെണ്ണുങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന ഖുർആൻ. ഈ പരിഷ്കാരത്തിന്റെ ഈ ചിഹ്നമായ ഇംഗ്ലണ്ടില് 1920 ശേഷം 30 ഇടയ്ക്കാണ് സ്ത്രീകൾക്ക് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഇന്ത്യയിൽ ഇംഗ്ലണ്ടിലെ പാർലമെന്റ് പാസ്സാക്കുന്നതുവരെ പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശമില്ല. നമുക്കെല്ലാം ആർക്കും തേച്ച് വാങ്ങിച്ച് കളയാൻ പറ്റുന്നതാണ്. വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട് ഇതുണ്ടാകുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ 1920-25 വരെ ഇല്ല. 20 അല്ലെങ്കിൽ 23 വരെ ഇല്ല സ്വത്തിനവകാശം. ഈ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന തിരുവിതാംകൂറിൽ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് സ്വത്തിനവകാശം ലഭ്യമാക്കി ചുമ്മാ ഇരിക്കണം 5 വയസ്സായിട്ടും അല്ലേ? ശരിയല്ലല്ലോ മോഡി. 5000 രൂപയ്ക്ക് ക്ലെയിം ചെയ്യാമല്ലോ. 5000 രൂപയ്ക്ക് ക്ലെയിം ചെയ്യാം. എപ്പോൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടും തെളിവ് ഹാജരാക്കണം. സ്ത്രീധനം വാങ്ങിച്ചിട്ടും തെളിവ് ഹാജരാക്കിയത് 7000 രൂപ ക്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ മെനഞ്ഞാന്ന് അതിന് സുപ്രീം കോടതിയൊക്കെ തിരിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളും റെക്കോർഡുകളും വെച്ചുകൊണ്ട് പ്രസംഗിക്കുക. അപ്പോൾ പെണ്ണുങ്ങൾക്ക് സ്വത്തിന് 925 വരെ ഇംഗ്ലണ്ടിൽ പരിഷ്കാരത്തിന്റെ ഐക്യമായി ഇംഗ്ലണ്ടിൽ സ്വത്ത് അവകാശമില്ല. ഇവിടിരിക്കുന്ന വിദ്യാസമ്പന്നർക്കൊന്നും ഞാൻ പറയാതെ അറിയാവുന്ന കാര്യം. ഈ സാഹചര്യത്തിൽ 1400 കൊല്ലത്തിന് മുമ്പ് പുരുഷനും സ്ത്രീക്കും അവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചാണ് ഖുർആൻ. ഇപ്പൊ ഖുർആൻ പെണ്ണിന് ബഹുമാനമില്ലെന്ന് പറഞ്ഞു വെറുക്കത്തല്ലേ? ഇതെന്തോ ഉള്ളത് കുഴപ്പം പെണ്ണുങ്ങൾ ഇല്ലെന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെന്തോ അത് പെണ്ണുങ്ങൾ മറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞല്ലേ? അതൊരു ആക്ഷേപം അല്ലേ? ഞങ്ങൾ കാണുന്നത് ബഹുമാനിച്ചാണെന്ന് ഖുർആനിൽ സുബ്ഹാനഹു വ തആല നിങ്ങൾ മറഞ്ഞു വീട്ടിനകത്ത് വക്കാർന്ന കുഴികുത്തിക്കുന്ന വീട്ടിനകത്ത് നിങ്ങൾ അടങ്ങിയിരിക്കുക എന്ന് ഖുർആൻ കൽപ്പിച്ചു. എന്നിട്ട് അതനുസരിച്ച് ഭാഗപ്പെടുത്തുകയും ചെയ്തു. അത് അവരെ അവഹേളിക്കുകയാണ്, അവരെ അധപ്പതിപ്പിക്കണമെന്ന് പറയുന്നതോട് യോജിച്ചില്ല. കാരണം മറച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ബഹുമാനത്തിൻ്റെതാണ് അല്ലേ? ഒരാളിൻ്റെ അടുത്ത് ഒരു 10 പവന് സ്വർണ്ണം കൊണ്ടിരുന്നത് ആൾക്കാരുടെ പണിയല്ല. തിങ്കളാഴ്ച മകളുടെ കല്യാണമാണ്. അപ്പം എന്നാ തരിക? അതിനുള്ളിൽ പ്രയാസമാണ്. എന്നാലും നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ വന്നാൽ മതി. തിരുപ്പതി വെച്ചത് സ്വർണ്ണമെല്ലാം മറന്നു വെച്ചു. കല്യാണം തന്നെ രാവിലെ വന്നപ്പോൾ കടയുടെ വഴക്കുന്നത് അവിടെ ആളുകളുടെ പേര് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. അത് പറയുമ്പോൾ ഇല്ല കഥ ഓർമ്മ കള്ളം പാടാൻ എനിക്കറിയാം. കള്ളം പറയത്തില്ല. ഇവിടെ ഒരാൾ നിശ്ചയിക്കുന്നു ഇങ്ങനെ പാടി കണക്കിന് നടി
അത് കുറെ നിൽക്കുന്നത് ഇരിക്കാന്നാ പറഞ്ഞത്. അത് പറയേണ്ട കാര്യം കുറച്ച് പിന്നെയും രണ്ടാമത്തെ റക്കായത്തിൽ വരുന്ന ഒരാൾ വൈകി പിന്നെ അടിക്കുക. അപ്പൊ നിങ്ങൾ ആ ചെറുതൊന്നും കഴിയുന്നത് സിമാ ഇന്നോ ആ അടിമാണ് മുപ്പള്ളി എന്ന് പറഞ്ഞ് മോശം പോകുമ്പോൾ നിസ്കാരം കണ്ടിന്യൂ ചെയ്യുക. കണ്ടാണോ പറയുന്നത് ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ശബ്ദിച്ചു കഴിഞ്ഞാൽ അതാ വളരെ എനിക്കതാ മനസ്സിലാക്കാം. ഈ ശബ്ദം കേട്ടാൽ ഒറ്റ ഒത്തുവാണ് അവസാനം പറഞ്ഞ കൂടുക. ലാൻഡ് ഫോണ് ബെല്ലടിച്ച് 3 പ്രാവശ്യം നിന്നാലും ഒരിക്കലും എടുക്കത്തില്ല. എനിക്കാണ് ഈ സാധനമൊക്കെ ഇല്ലാതായി. ലാൻഡ് ഫോൺ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ പെണ്ണുങ്ങൾ വടകത്തികളാണ് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ചിലരോട്. എടുക്കത്തില്ല വീട്ടിൽ അത് മൈനക്കലി ഇനിക്കലിൽ തന്നെ പറയാം. അതിനകത്ത് അതും നമുക്ക് ഗുണത്തിലാവുന്നത്. ഇപ്പോഴും ദൂരം എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ. വല്ലറിയിലൊക്കെ ഇന്നും എന്നെ വിളിപ്പോർക്ക് വാഗൂടാതെ ഒത്തിരി ഞാൻ ചെയ്യുമെന്നോ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും. എവിടെ മറുപടി പറയാം. ഒരു സെക്കൻഡ് വന്നു ഇതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇതാണ് അള്ളാഹുവിന്റെ ശത്രുക്കളും അവന്റെ കടുത്ത വൈരികളുമായ അവൻ വിശ്വസിക്കാത്തവരുമായ നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണെന്ന് വിശ്വസിക്കണം. ഈ ഫോണിന്റെ പിന്നിൽ പടച്ചോണ്ട് കഴിയില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഇവിടെ ശാസ്ത്രത്തിൽ ഒരു ഏഴുമണി പോലും ഒരു ശാസ്ത്രത്തിന് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അള്ളാഹുത്താല ഈ ഭൂമിയിൽ പടച്ച് ലയിപ്പിച്ചിരിക്കുന്ന 2 സാധനങ്ങൾ കൂട്ടിച്ചേർക്കുക, മൂന്നാമത്തൊന്നും ഉണ്ടാകുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ അസംസ്കൃത വസ്തുക്കളെ പടച്ചൊന്നും ഉണ്ടാക്കിയതാണ്. അത് ഓരോ സമയത്ത് ഉണ്ടാക്കുന്നതിന് സൂര്യനെ പടക്കം കൊടുക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതല്ലാതെ ആരും സൃഷ്ടി ആർക്കും അവകാശപ്പെടാനില്ല. അപ്പം പറഞ്ഞപ്പോൾ ഈ ഫോണിപ്പ് വന്നത് നല്ലതാണ്. അപ്പൊ അവന്റെ ശത്രുക്കളായി നമുക്ക് ഈ സൗകര്യം ഒന്നുമില്ല. അവിടെ ഞാൻ എടുത്ത് വെക്കണം. അപ്പൊ അവന്റെ മഹബൂബികളായ ജീവിതം മുഴുവനും അവന് വേണ്ടി അർപ്പിച്ച മഹാന്മാർക്കുണ്ടെങ്കിൽ ഒരു പ്രത്യേകത കൊടുക്കണം. അവർക്ക് എടുത്ത് വെക്കാതെ എന്നവരങ്ങ് പറഞ്ഞാൽ മതി. അള്ളാഹുത്താൽ അങ്ങോട്ട് കേൾപ്പിച്ചോളൂ. അവർക്ക് പറയണമെന്ന് തോന്നിയാൽ മതി. അപ്പൊ ഈ ഇവിടെ നടക്കുമല്ലോ സാധനം. ഇങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ലല്ലോ. അപ്പൊ അള്ളാഹുത്ത് നമ്മൾ എടുത്ത് വെക്കണം. അള്ളാഹുവിന്റെ മഹബൂബികളായ അമ്പിയാക്കൾ അവലിയാക്കൾ എടുത്ത് വെക്കണ്ട. ഇത്ര മാത്രമേ ഇഹോട് സോമത്തിൽ കുറ്റങ്ങളുണ്ട്. ഇദ്ദേഹത്തെ ചിന്തിച്ചാൽ ഏത് വരച്ചായിരിക്കും പറഞ്ഞത് അള്ള ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇവിടുത്തെ എല്ലാ ചലനങ്ങളും പടച്ചുകൊണ്ടാണെന്നും വിശ്വസിക്കണം. എന്നാൽ പിന്നെ സംശയമൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണമാല വാങ്ങാൻ ചെയ്യും. തുടങ്ങുമ്പോൾ അവിടെ നിന്ന് മാറി അവിടെ വെളിയിലെങ്ങാനും എടുത്തിട്ടോ അവിടെ നിന്ന് വെച്ചിട്ടില്ല. കത്താൻ വന്നു, പഠിക്കും വന്ന് കഥവ് തുറന്നു നടത്തിയത്. അതൊന്നും മാലയില്ല. അതെല്ലാം തൂത്ത് വൃത്തിയാക്കി വേറൊരു താക്കോലെടുത്ത് തുറന്ന് അകത്തോട്ട് വേറൊരു മുറി. അവിടെ നോക്കിയിട്ടും മാലയില്ല. അവിടെ ഒരു അലുമാരി ഇരിക്കുന്നത് തുറന്നു. എന്നിട്ടും മാല കാണുന്നില്ല. അതിൽ നിന്നൊരു കൈപ്പറ്റി ചൂട്ടുന്നു. അത് തുറന്നു. എന്നിട്ടും മാല കാണുന്നില്ല. അത് ചുവന്ന പേപ്പറിൽ ചുവന്ന പേപ്പറിൽ ഒരു പൊതിക്കെട്ടിരിക്കും. അതിനകത്തെടുത്ത് നോക്കിയപ്പോൾ രത്നങ്ങളെല്ലാം പതിച്ച മാല കണ്ണിക്ക് പോയി. ഈ മാല എത്ര ഉള്ളിന്റെ ഈ കായല് കാമോത്തിൽ ലുജ്ജത്തില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ളിൽ കേട്ടിരിക്കുക. നേരെ മനസ്സിൽ നമുക്ക് അമ്മി വേണമെങ്കിൽ അമ്മിക്കല്ല് കൊടുക്കാനെടുത്ത് എനിക്കൊരു അമ്മിക്കല്ല് വേണം. 25 റുപ്യ 25 റുപ്യ എവിടെ നീ പൊക്കിക്കൊണ്ട് പാടും. വണ്ടി കൊണ്ടുപാടും. വണ്ടി കൊണ്ടുവന്ന് വണ്ടി ഇലക്ട്രിക് ബോക്സ് കണ്ടോ? അതിന്റെ തെക്ക് വശത്തും വടക്ക് വശത്തും 2 കൂനെ. അത് വടക്കേ കൂനെയാണ്. അതിനൊന്നും അടുത്തോളൂ. അവിടെ ചെന്ന് നോക്കുമ്പോൾ 60 സുഗന്ധരായി കിടക്കുന്ന അറിയില്ല, കൂട്ടുമില്ല, ഒന്നുമില്ല. അവനൊന്നോ രണ്ടോ പറഞ്ഞിക്കൊണ്ട് പോവാം. ഒരു കുഴപ്പമില്ല. കാക്കയും ദൂരം വന്നൊന്നും പരന്നും ദൂരം കിടക്കുന്നു. അപ്പൊ ആ കല്ലിനെ ബഹുമാനിച്ചതും ഈ സ്വർണ്ണാഭരണത്തെ അവമാനിച്ചതാണെന്ന് ഏതെങ്കിലും നമുക്ക് അർത്ഥം അപ്പൊ വേണ്ട. പിന്നെ അതുകൊട്ടെ നമ്മുടെ ഇടയിലുള്ള ഉദാഹരണം നമ്മുടെ കൂടെ വോട്ട് പിടിക്കാൻ നടക്കും. കാണുന്ന ഉണക്കപ്പായലെല്ലാം കിടന്നു കപ്പ ഒഴിഞ്ഞതും കട്ടൻ ചായയും എല്ലാം പിടിച്ചപ്പുരയെന്ന് കയറി കുടിക്കും. ആൾക്കാർ ഒരു ആത്മാർത്ഥമില്ലാത്ത 100 കണക്കിന് പിള്ളേരെ പിടിച്ച് ചുംബിച്ചു വെച്ചു. അവരുടെ സ്നേഹത്തിന് ഇങ്ങനെല്ലാം നടന്ന വിദ്വാന്മാർ വോട്ട് കിട്ടി 10 വോട്ട് കൂടുതലായിട്ട് മന്ത്രിയായി പോയാലോ?
നമ്മൾ ഒന്നിച്ചില്ലേ ഇതേ കുട്ടപ്പന്റെ വീട്ടിലെ വാഴക്ക് ഒരു ഉണക്കപ്പായിൽ ഒന്നിച്ച് കിടന്ന് കപ്പൻ വലിയ ചായ പിടിച്ചാൽ അയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മന്ത്രി ഗേറ്റിൽ വന്ന് കാത്തു നിൽക്കുക. അവിടുന്ന് ഒരു മന്ത്രിയെ കാണണം എത്ര ഹംക്കിന്റെ കാലം നമ്മൾ ഇരിക്കണം അല്ലേ? പടച്ച തമ്പുര നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെ പുറക്കത്തിൽ നിന്ന് എഴുതിയ വേണ്ടി കാത്തു നിന്ന ആൾക്കാർ എനിക്ക് നമുക്കൊന്ന് കാണാൻ പാടത്തുണ്ട്. എത്ര ഉള്ളിന്റെ ഉള്ളിലായിരിക്കും. അത് മന്ത്രി അപമാനിച്ചതാ. സ്വാതന്ത്ര്യം കുറയും തോറും ആള് വരുന്നതും തോറും സ്വാതന്ത്ര്യം പറയുള്ളൂ. സോണിയാഗാന്ധി ഇപ്പോൾ വിദ്യാലയങ്ങൾക്ക് വന്നാൽ നമുക്ക് കാത്തുപിടിക്കാവുന്ന പഞ്ചനഷ്ടങ്ങളോ ആയിക്കോട്ടെ എല്ലാ ഹോട്ടലിൽ നോർത്തിയായി കുടിക്കണം. അവർക്ക് വിശ്രമിക്കാൻ നോക്കുക. ഇന്ദിരാഗാന്ധി എറണാകുളത്ത് വന്നാൽ നമ്മൾ കുടിക്കുന്ന എല്ലാ ഹോട്ടലിൽ അവർക്ക് കുടിക്കണം. അതിനൊക്കെ നേരത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് നിശ്ചയിച്ച സ്ഥലത്തേ പറ്റും നമ്മുടെ സ്വാതന്ത്ര്യമില്ല. അപ്പൊ ആൾ ഉയരുന്തോറും സ്വാതന്ത്ര്യം പറയും. അല്ലാത്ത നമുക്കൊരു ബുദ്ധിമുട്ടില്ല. എവിടെയാകാം എന്ന് പറഞ്ഞതാണ് ഇവിടെ സ്ത്രീകളെ അവരെ മറച്ചു വയ്ക്കാൻ പറഞ്ഞ സാധനം പുരുഷന്മാരെക്കാൾ കിടപ്പിടിപ്പുണ്ട് എന്ന് ചില നമ്മളോട് പറയുക. അത് മതിപ്പുള്ളതാണ്. അതങ്ങനെ വലിയ എല്ലാവർക്കും കാണാൻ പറ്റുന്നതല്ല. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി സാക്ഷികളോടുകൂടി അതിന്റെ പൂർണ്ണ ചുമതല അല്ല വേറെ ഒന്നുണ്ടല്ലോ. ഉജബിച്ചുക്കാലാമറവാഹുത്താല ഈ നിസാക്കുന്ന അള്ളാഹുത്താലായുടെ ഈ പെൺകുട്ടികളെ നിങ്ങൾ എടുക്കുന്നു അല്ലേ? അതിന്റെ ആ മര്യാദ അതാണോ വേറൊരു പദമാണ് എനിക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലിമത്ത് കൊണ്ട് അവരെ രഹസ്യഭാഗങ്ങളെ അള്ളാഹു തആല നിങ്ങൾക്ക് ഹലാലാക്കുന്നു. അള്ളാഹു തആലയുടെ ഒരു അമാനത്തായിട്ട് നിങ്ങൾ അവരെ നിങ്ങൾ സ്വീകരിക്കും. ആ മൊഴി ഞാൻ കത്തീവല്ലാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അള്ളാഹു തആലയുടെ ഒരു അമാനത്തായിട്ട് അവരെ നിങ്ങൾ സ്വീകരിക്കുന്നു. അവരുടെ രഹസ്യഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രണ്ട് പദത്തിന്റെ മറവിൽ നിങ്ങൾ സ്വീകരിക്കുന്നു. ആ പദം ഖുർആനിൽ വന്ന പദമാണ്. അതുകൊണ്ടാണ് അത് ചേർത്ത് നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അമാനത്തായിട്ടാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരാളിന്റെ മുൻപിലല്ലാതെ ഈ സ്ത്രീയുടെ സൗന്ദര്യം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണോ പെണ്ണിന്റെ അഭ്യുദയകാംക്ഷി? അത് വഴി കിടന്ന് ആർക്കും കാണാം, ആരുമായിട്ടും ഇടപെടാം, എങ്ങനെയും പോകാം, എങ്ങനെയും വരാമെന്ന് പറയുന്നവരാണോ പെണ്ണിന്റെ അഭ്യുദയകാംക്ഷി? സ്ത്രീത്വത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് മറഞ്ഞിരിക്കാൻ കാരണം ഈ ഉപയോഗത്തിന്റെ വല്ലാത്തപ്പ ജാഹിലിയത്തിൽ നിങ്ങളുടെ മുൻഗാമികളായ ജാഹിലിയത്ത് കാലത്തെ പെണ്ണുങ്ങൾ നടന്നു പോലെ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. നബി തങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പെണ്ണുങ്ങൾ ആരെപ്പോലെയല്ല കേട്ടോ, നിങ്ങൾക്ക് പദവിയുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവർ നടക്കുന്നവരെ കണ്ടമാനം നിന്ന് നടക്കാൻ പറ്റില്ല. ഇതിൻ്റെതോ പെണ്ണുങ്ങൾക്കുള്ള അവഹേളിച്ച് ആശ്രയിച്ച് ബഹുമാനിച്ചതേ ഉള്ളൂ. സത്യമല്ലേ? പിന്നെന്താ പറഞ്ഞത്? പുറത്തിറങ്ങിയാലേ നിങ്ങളുടെ സൗന്ദര്യം അതുങ്ങൾ ആകെപ്പാടെയുള്ള മുതല് അത് പുരുഷവർഗത്തിന്റെ നിത്യ ദർശനത്തിന് ഇടയാക്കിയാലുണ്ടല്ലോ അതിനുള്ള കരണ്ടങ്ങ് നഷ്ടപ്പെട്ടു പോകും. കരണ്ടങ്ങ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇടയില്ലാത്ത വസ്തുവായി പോകും. അതുകൊണ്ട് കൈവരിയായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അട്രാക്റ്റീവ് സൈക്കോളജിക്കലല്ലേ അവർ പറഞ്ഞ മനസ്സിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വന്തം ഭാര്യയുടെ മുഖ്യസ്ഥലം കണ്ടിട്ടില്ലെന്ന് അയച്ച് പറഞ്ഞില്ലേ? മാറായിട്ട് ബിന്ദുവോ മാറാമിനി എന്നിൽ നിന്ന് നെവിയിൽ നിന്ന് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഭാര്യ ഭർത്താക്കൾ ശരീരം മുഴുവൻ കണ്ടുപോകും. എന്നാൽ അവരുടെ ഇടയിൽ പോലും കാണാത്തൊരു സ്ഥലം വേണം. അതിനോടുള്ള കരണ്ടെങ്കിലും നിലനിൽക്കണം. അത് നമ്മൾ തുറന്നിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കയറാൻ നോക്കുമ്പോൾ എനിക്ക് അതിനകത്ത് വലിയ പരിചയമുള്ള ആളല്ല. ഏത് ഓരോരുത്തരും എന്താ ചെയ്യും നമുക്കറിയണം. അപ്പൊ അങ്ങനെ തുറന്നിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ എന്തുവരും? കുറെ സമയം കാണുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ അതൊരു പുരുഷന്റെ ആ ഭർത്താവിന്റെ കൈ ആ പെണ്ണിന്റെ കൈപ്പറ്റി ഉള്ളതുപോലെ ആയിരിക്കും. ആവർത്തിക്കേണ്ട. പോയില്ലേ കാര്യം? എന്തോ പോയില്ല, എന്തോ പോയതൊന്നും പോയില്ല. പോയി ജീവിതം അവസാനിച്ചു.
ഒരു ഭാര്യയോട് പിന്നെ മറ്റേ അവർ പറഞ്ഞുപോലെ ചെയ്യണം, പിന്നെ അടുത്തത് നോക്കണം. ഇഷ്ടമുള്ള ഭാര്യയെ തേടി ഇഷ്ടമുള്ള കാലത്തോളം ഭാര്യ പുറത്തേക്കും, രണ്ടിൻ്റെ കാലത്ത് ഇഷ്ടമില്ലെന്ന് കണ്ടാൽ അപ്പോഴേ പിടിക്കണം. എന്നിട്ട് വേറെ ഇഷ്ടമുള്ളവരൊന്നും തിരഞ്ഞെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇഷ്ടമുള്ളവരെ തേടി പിന്നെ മരിക്കുന്നത് കല്യാണം കഴിക്കാനായിട്ട് സമയമുള്ളൂ അല്ലേ? അത് ഇതാണ് ഇഎംഎസിന്റെ അഭിപ്രായമല്ല കേട്ടോ. ഇഎംഎസിന് ആവശ്യമില്ല. ഇഎംഎസ് ഇന്ത്യയിൽ എഴുതുകയും ചെയ്യില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് മതം എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന ഒട്ടില്ല ഇഎംഎസ് പറഞ്ഞിട്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് മതം. ഇഷ്ടമുള്ള ഭാര്യയൊക്കെ ഇഷ്ടമുള്ള കാലത്തോളം താമസിക്കുന്നത് നടത്തുക. ഇഷ്ടമില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എപ്പോഴും തിരികെ എന്നിട്ട് ഇഷ്ടമുള്ള മറ്റൊന്ന് ആവശ്യമെങ്കിൽ തരിക. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇതൊരു തൊഴിലായി എന്ന് മാറും. ഇത് പറഞ്ഞാൽ ഇതിനോട് യോജിക്കുന്ന ആളല്ല ഇഎംഎസ്. ഇഎംഎസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണെന്ന് വിചാരിച്ചിട്ട് അയാളെ കൊള്ളവില്ലെന്ന് പറയുന്നത്. അയാൾ ആകപ്പാടെ ആര്യാദേവി അന്തർജനമായിട്ട് മരണം വരെ കഴിഞ്ഞുകൂടിയാണ് അല്ലേ? അപ്പൊ പറച്ചിൽ കമ്മ്യൂണിസ്റ്റ് മതം ഇതാണ്. കമ്മ്യൂണിസ്റ്റ് മതം ഇതാണെന്ന് അയാൾ പറയാൻ കാരണം വേറൊന്നുമല്ല, സോവിയറ്റ് റഷ്യൻ റൂളറല്ലേ. സോവിയറ്റ് റഷ്യയിൽ അതാണല്ലോ വിവാഹബന്ധം വേർപെടുത്തുന്നത്. അവിടെ എഴുതുന്നു മാരേജ് ചെയ്യുന്നത് വടംപിടിയുണ്ട്. The Soviets are regarding divorce makes it possible to resolve the marriage at the will of either party to the marriage. All that he or she has to do is to inform the registers of the slave. വിവാഹബന്ധം വേർപെടുന്നേക്കാൾ ചീട്ട് കടലാസിൽ എഴുതി ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്ന രജിസ്റ്റർ ചെയ്തൊന്ന് കൊടുക്കുന്ന അല്ലാതെ മഹറും വേണ്ട, ജീവനാംശവും വേണ്ട, വേറെ ആരും ഒരു കുഴപ്പമില്ല. ഈ ലോ ആൻഡ് ജസ്റ്റിസ് സോവിയറ്റ് യൂണിയൻ സർക്കാരി 333 പേജിൽ തെറ്റുവരുന്നുള്ളത് ഉണ്ടെങ്കിൽ സഹിച്ചോണം. ഞാൻ പറയുന്നത് പരസ്പര സമ്മതപ്രകാരമുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ട് വിവാഹത്തിൽ ഏതൊരാൾക്കും ദേശം പിരിയാം. കണ്ടാൽ ഒരാൾ ചെയ്യേണ്ട ഇതേ ഉള്ളൂ. He or she has to do is to inform the registration office. രജിസ്റ്റർ ഒന്ന് അറിയിക്കണം. അത്രമാത്രം നിസ്സാരപ്പെടുത്താവുന്ന അല്ലി പെണ്ണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് പെണ്ണിനെ ഇസ്ലാമ തരം താഴ്ത്തിയെന്ന് പറയുന്നത് സ്വത്താവട്ടം. സ്ത്രീത്വം ഇതുപോലെ മാനിച്ചു ബഹുമാനിച്ചിട്ടുള്ള ഒരു നിയമം വേറെ ഇല്ല. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, സ്വത്തവകാശം. അതുപോലെ തന്നെ പിന്നെയുണ്ട് വേറെ ഭർത്താവിനെ ഉപേക്ഷിക്കുക. ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന നിയമം നമ്മുടെ ഇടയിൽ എന്നാ ഉണ്ടായത്? ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രധാനപ്പെട്ട പല സമുദായത്തിന്റെ ഇടയിലും ഇപ്പോഴും ഭർത്താവിനെ ഉപേക്ഷിക്കാൻ നിയമമില്ല. മതത്തിൽ നിയമമില്ല. കോടതി ഒരു ലോ നമ്മൾ ഈ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നിയമസഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയൊക്കെ ഇങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല മതത്തിന്റെ കാഴ്ചപ്പാടിൽ പറ ഭർത്താവ് ഉപേക്ഷിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭാര്യ മരിക്കാനില്ലല്ലോ നിങ്ങൾ ഭർത്താവ് മരിക്കാതെ അവർ വിവാഹം ചെയ്യാവോ? പാടില്ല. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഭർത്താവ് മരിക്കാതെ അവർ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നാൽ കല്യാണം കഴിക്കേണ്ട മാന്യമായിട്ട് ജീവിക്കാവോ? പാടില്ല. അപ്പോഴേ തലമുണ്ടനം ചെയ്യണം. ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ ആകെത്തുകയായ തലമുണ്ടനം ചെയ്യണം. ചെരുപ്പിനെ ധരിക്കാതെ പാടില്ല. പാദരം ചെയ്യാൻ പാടില്ല. സൗന്ദര്യമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ജനങ്ങൾ കൂടുന്നിടത്ത് അവളുടെ മുഖം കാണിക്കാൻ പാടില്ല. അവളെ വഴി വെച്ച് കണ്ടുപോയി നിസ്സഹനമാണ്. ഇന്നും ഒരു വലിയ സമൂഹം വിശ്വസിച്ചു പോയി. ഇതിനെതിരെ ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന കാലത്തും അല്ലാതില്ല. പരിശുദ്ധ ഖുർആൻ ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് 4 മാസം തന്നെ ഞാൻ സംയോഗം ചെയ്തിട്ടും 5 മാസം ഞാൻ സംയോഗം ചെയ്തിട്ടും സത്യം ചെയ്താൽ അവളെ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവളുടെ റൈറ്റ് ആയിട്ടില്ല. പോലും ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് 5 മാസം തന്നെ ഞാൻ സംയോഗം ചെയ്തിട്ടും സത്യം ചെയ്താൽ ഇസ്ലാം പറയാനുള്ള അവകാശം ഇസ്ലാമിന്റെ നിയമാവലി അതിന് ചെയ്യത്തില്ല. വേറെ ഏതായാലും ആട്ടെ, ഭർത്താവിന് ഭാര്യ ഉപേക്ഷിക്കാനുള്ള അവകാശം ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഇതുവരെയാണുണ്ടായി. ഏത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്താണ് മാട്രിമോണിയൽ കോസ്റ്റ് ആക്ട്, അതാണല്ലേ അല്ലേ? അറിയാവുന്നവരോടുണ്ട്. അത് ഇംഗ്ലണ്ടിൽ പാസ്സാക്കുന്നത് 1920-25 ഇടയ്ക്കാണ്. അതുവരെ ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങ് എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് ഖുർആൻ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥ എത്ര ഭംഗിയായിട്ട്
എന്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഉണ്ടായാൽ ആദ്യമായിട്ട് എന്താ പറഞ്ഞു പിന്നെ നീ ഉപദേശിക്കണം, ഉപദേശിച്ചവളെ ശരിയാക്കണം. കുറച്ചു കാലം ഉപദേശിച്ചവൾ ശരിയാകുന്നില്ലെങ്കിൽ മുസ്ലിം അവാദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അകന്ന് കുറച്ചൊന്ന് അകന്ന് ജീവിക്കണം. ആരോടാ? നമ്മളോടല്ല, എന്നോട് അറിയാതെ. ഇപ്പൊ നമ്മുടെ ഭാര്യമായിട്ട് അകന്ന് ജീവിച്ചാൽ പിന്നെ അടക്കലുണ്ടാകും. ഈ ചെറുപ്പക്കാരുടെ കാര്യമായിപ്പോൾ ഭാര്യ ഭർത്താക്കൾ ആവശ്യമുള്ള കാലത്തെ കാര്യമല്ല. അകന്ന് അല്പം ഒന്ന് അകലം. അതൊക്കെ നമുക്ക് അനുഭവമുണ്ട്. ചിലപ്പോൾ ഞങ്ങളുമൊക്കെ ഭാര്യ വല്ലതൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞാൽ പിറക്കം വളരെ കൂടുതലാണെങ്കിൽ അകത്ത് കയറിയും കളടച്ച് ഭാര്യ പ്രവേശിക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അടച്ച് എന്നാൽ കുലീനത്തോടുള്ള പെണ്ണുങ്ങളൂടെ വേണം. ഇവിടെ കുലീനത്തോടുള്ള പെണ്ണുങ്ങൾ ഭർത്താവകത്ത് പുറത്തിറങ്ങി കടടച്ചാൽ നീയോടെ കിടന്നുകൊള്ളാന്ന് പറഞ്ഞ് അവള് പോയി ഉണങ്ങത്തോന്ന് കുലീനത്ത് ശരിയായൊരു കുടുംബിനെയാണ് അവള് പോകത്തില്ല. അവളെ വാദിച്ചിട്ടാണ് അവിടെ മുട്ടി അവിടെ തട്ടി ഇടത്തുമേലെ നമ്മളെ ഉറക്കത്തിൽ അവൾ ഉറങ്ങും അല്ലേ? അന്നങ്ങനെ പോയി. രണ്ടാമത്തെ ദിവസം അപ്പൊ കാര്യം വളരെ ഗൗരവമാണ്. അപ്പൊ അന്ന് നേരത്തെ നടക്കും. അന്ന് ഇതല്ല. മൂന്നാമത്തെ ദിവസമായത് രണ്ടും കേട്ട് അന്നൊക്കെ ഒന്ന് ഉറക്കം നിന്നിട്ട് മൂന്നാമത്തെ ദിവസമായപ്പം അകത്തുനിന്ന് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. മനസ്സിലെന്ത് ചിരിക്കുന്നു, മനസ്സിൽ മറന്നില്ല. മൂന്നാമത്തെ ദിവസം മറന്നു. അപ്പൊ അവൾക്കറിയാം എന്ന് മറക്കുമെന്ന്. അപ്പൊ അവള് എല്ലാം പതിപോലെ വന്ന് തൊട്ടപ്പോൾ കഥന്ന് തുറന്നു. അപ്പൊ അവള് മനസ്സിലാക്കി മറന്നുപോയതാണ്. നല്ല ഇവള് മനസ്സിലാക്കി ഇന്ന് ഈ 2 ദിവസം തന്നെ വെളിയിലിട്ട് കഥടച്ച് ഇങ്ങനെ ഇന്ന് എല്ലാവരും സൂചിപ്പിച്ചു വരുമ്പോൾ താഴെ ഒരു പായിട്ട് നല്ല അവിടെ കിടക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയാണെന്ന് വെച്ചു ഇവൾ അകത്ത് കയറി കഴിഞ്ഞാൽ അറിയാനുള്ള അനുസരിക്കുക. പിന്നെ അപ്പൊ ഈ തിരിഞ്ഞോട്ട് നോക്കിയാൽ നമ്മൾ ഉണർന്ന് കിടക്കുകയായിരുന്നു ഇവിടെ വരവ് പ്രതീക്ഷിക്കുന്ന അവൾ അറിഞ്ഞാൽ നമുക്ക് ആശയമാണ്. അതറിയാനും വയ്യ, അകത്ത് കടന്നു പോയില്ലെന്ന് അറിയുകയും വേണം. എന്ത് ചെയ്യാൻ കുറച്ച് സമയത്തിൽ വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഒരു വച്ച് കിടന്നാൽ മരവിച്ചിട്ടില്ല. അപ്പോഴല്ല ഒരു തിരിച്ചു എന്ന പോലൊരു കാര്യം നിർദ്ദേശത്തിൽ പുറത്തോട്ട് ചോദിച്ചു. ആളകത്തുണ്ട്. അന്നങ്ങനെ അങ്ങ് പോയി. കട്ടിലോട്ട് പിന്നെ കയറുന്നോ ഇല്ലെന്നുള്ള അതിനകത്ത് അർത്ഥം ഒന്ന് അലച്ചു വെച്ച് അവളൊക്കെ ഭർത്താവിന്റെ ഭാഗത്ത് ഭയങ്കര തെറ്റാ. അങ്ങോട്ട് അവരെ എനിക്ക് പ്രസംഗിക്കാനൊക്കത്തില്ല. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് 1000 പ്രാവശ്യം പണങ്ങളുണ്ട്. അത് ഹയാത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവരെ സ്നേഹിക്കാൻ ശ്രമം നടത്തിയിട്ടില്ല. എന്നെ സ്നേഹിപ്പിക്കല്ല. അത് ചിന്തിച്ച പ്രശ്നങ്ങളൊക്കെ പോകും. അന്നത്തെ ദിവസം അങ്ങനെ പോയപ്പോ ഭർത്താവ് കത്തലും മുട്ടലും കുട്ടികളെ അടിക്കലും ബോറലും പാത്രം വലിച്ചെറിയലും ഇന്നത്തെ വൈകാത്ത ഇവളെ അഴുകടങ്ങുന്നുണ്ടായിരുന്നു. വെറുതെ ജീവിയാണ്. 4-ാമത്തെ ദിവസം 2 കനത്തെ കിടന്ന് പാതിരാത്രി ആയപ്പോൾ ആരോ സൈഡിൽ നിന്ന് മുട്ടിയും എന്നൊരു ചവിട്ടലും തള്ളലുമൊക്കെ ഉണ്ട്. അതൊന്നും വകവയ്ക്കാതെ അവർ പരസ്പരം അടുത്തു. ചക്രവാളത്തിന്റെ അകലെ പോയി അവരടുത്തു. പരസ്പരം കെട്ടിപ്പുണർന്ന് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ വെറുപ്പും മാറി. ഇതിന് മുൻവരിക്കുന്ന അക്ഷരമാത്രം അവരുടെ സ്നേഹം ഊർജ്ജസ്വലമാകും. വാർത്തല എത്ര സൈക്കോളജിക്കലായിട്ട് പറഞ്ഞു, നിങ്ങൾ ഭിന്നിപ്പുണ്ടായാൽ ഉപദേശിച്ചത് ശരിയാകുന്നില്ല, അവളുമായിട്ട് കുറച്ച് നടന്നു നിന്ന് ശരിയായിക്കോളും. അങ്ങനെയുണ്ട്. ചിലപ്പോൾ പ്രഹരം ഭയമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവരെന്താ ഓരോ രക്തം പൊട്ടാത്തതും അവയവങ്ങൾക്ക് കേടുവരാത്തതുമായ ശിക്ഷ കൊടുത്താലും ശിക്ഷയുള്ളത് നന്നാക്കാൻ ശ്രമിക്കണം. നേരെ അവർക്ക് അടിച്ചാൽ അവൾ കൂടുതൽ ശിക്ഷയാകുന്നുണ്ടാ പിന്നെ തുടർ ഹറാമാണ്, അടിക്കാൻ പാടില്ല. ഈ 2-3-4 പരിശോധന നടത്തണം. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ നിന്റെ കൂട്ടത്തിൽ നിന്നൊരു കാരണവരെയും അവളുടെ കൂട്ടത്തിൽ നിന്നൊരു കാരണവരെയും വിളിച്ചിട്ട് കേസ് അവരുടെ മുമ്പിൽ വെക്കണം. അവർ രണ്ടുപേരും ആത്മാർത്ഥമായൊരു ശ്രമം നടത്തിയാൽ അല്ലാഹു തആല അവരുടെ അടുപ്പം ഉണ്ടാക്കും. ഈ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മാന്യമായ നിരുവാധിക തലാഖ് അനുവദിച്ചിട്ടില്ലേ? അതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ പറയാം. ഒരു മാന്യന്റെ തലാഖ് വിവാഹബന്ധം വേർപെടുത്തേണ്ട രീതി ഇങ്ങനെയാണ് പറയുന്നത്. നിരുവാഹിക തലാഖ് എല്ലാവരും അനുവാദം അതവിടെ പ്രേരിപ്പിക്കാതെ ആരെ പെണ്ണുങ്ങളെ ആള് കുഴപ്പമല്ലേ?
ഹദ്ദാദിനാഥ് ഫിർഔന് ഹാമാന് നമ്രൂദ് എല്ലാം ഉള്ള ആണുങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളുടെ ചതി വർണ്ണമായ ചതിവാണെന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്തോ പറഞ്ഞ് ഇന്ന് കൈതക്കൊന്ന് അറിയുന്നു പെണ്ണുങ്ങളുടെ ചതി വല്ല സൂട്ടിട്ട് വന്നെന്ന്. ഏതാ ഹാമാനും കാറൂനും അബൂജഹലും ഒക്കെ ഉള്ളതല്ലേ ആണുങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് അവരുടെ ചതു വർണ്ണമായ ചതുവാണെന്ന് പറഞ്ഞില്ല. അതേസമയം താത്താവാന്റെ പറ്റി ഒരു വീട്ടുകാർ അവളെ കഴിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് കുഴപ്പമോടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാലും കുഴപ്പക്കാരാണ്. അള്ളാന്റെ റസൂലിനടുത്ത് കുറച്ച് പറയണ്ട. ഇയാളെ പഠിച്ചിട്ടില്ല. അള്ളാന്റെ റസൂലിനടുത്ത് ഒരു ദിവസം എന്താ പറഞ്ഞു അയച്ചു എന്നോട് വർത്താനം പറയുന്നു. അതെ എന്താ എന്നോട് വർത്താനം പറയാം പിന്നെ തങ്ങൾ ആരോടാ വർത്താനം പറയും? അതിന് ശൈത്താൻ വന്നുപോയി ഈ വർത്താനം പറയാൻ ശരിയാക്കും. തങ്ങളുടെ ശൈത്താനോ? അള്ളാന്റെ റസൂലിനോട് തങ്ങളുടെ ശൈത്താനോ എന്ന് ചോദിച്ചതായത് മുതല് അള്ളാന്റെ റസൂലിനോട് തങ്ങളുടെ ശൈത്താനോ എന്ന് ചോദിച്ചതായത് ബന്ധം പറഞ്ഞു വെച്ചാലും അപ്പൊ അത് കുഴപ്പം ഉണ്ട്. അങ്ങനെ വന്നാൽ ഇവന് നിരുപാധികം തലാഖ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അവനെ ദേഷ്യപ്പിടിച്ച് ഒടിപിടിപ്പിച്ചാൽ എന്താ തലാഖ് മൂന്നും പോയത് ഒരൊറ്റ വാക്ക് അവരുടെ വീണാൽ ചക്രവാളത്തിന് ദൂരം പോകും നമ്മൾ. ഈ ഒരു ഭയത്തിൽ അവളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനുള്ള ഒരു പിടികയറാണ് ആ നിരുപാധിക തലാഖ് അനുഭവിച്ചിരിക്കുന്നത്. ഉപയോഗിക്കാനല്ല ഉപയോഗിക്കുന്നത് മാന്യന്റെ തലാഖിന്റെ വേർപാട് ഈ പറഞ്ഞില്ല. ആദ്യം പറഞ്ഞത് ഇവിടൊക്കെ എന്താണ് ചിറയിൽ പാലിച്ചെന്ന് എനിക്കറിയാം. പിന്നെ പുരുഷൻ സ്ത്രീയുടെ മേൽ അതിജാലു കവ്വാമൂനായ നിസായ് അല്ലേ? പുരുഷൻ സ്ത്രീയുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. അത് ബന്ധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് ആദ്യം ആ എട്ട് വാർക്കണം. അതായിരുന്നു ശരിയായിട്ട് മോമെന്റ് കാലത്ത് ഓരോ തർക്കം. അന്ന് എനിക്കായിരുന്നു ഏറ്റവും വലിയ ജോലി ഈ ശരിയായിട്ട് മോമെന്റ് കാലത്ത് ഹൈക്കോടതി ആൾക്ക് ഒന്നുകൊണ്ട് പ്രസവിക്കേണ്ടി വന്നു. അപ്പൊ എന്താ പറഞ്ഞത്? അത് ഇതാല് കവ്വാമോനായ പുരുഷൻ നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് കേൾക്കണം. ഇവിടുത്തെ ആ പുതിയ വാദത്തിന്റെ ഇമാമുള്ള ആളൊക്കെ ഇവിടെ അവരെഴുതിയ പരിഭാഷയുണ്ട്. അതെടുത്ത് നിങ്ങൾ ഈ ആയത്തുകൾക്കൊക്കെ അർത്ഥം വെക്കണം. ഞാൻ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. അതിൽ കവ്വാമൂനായ നിസായി പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. അതങ്ങനെ അത്രയും പറഞ്ഞെന്ന് ഓടിക്കുകയല്ല പടച്ചവൻ. ഇമാഹു ഭാഗബഹുമല ഭാഗം അത് ചുമ്മാതെയല്ല പുരുഷന് സ്ത്രീയുടെ മേൽ നിയന്ത്രണാധികാരമുണ്ടെന്ന് പറഞ്ഞത്. ഇമാഹു ഭാഗബഹുമല ഭാഗം അവിടെ സ്ത്രീകളെ പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ പലതുകൊണ്ടും അള്ളാഹുദ്ദാല ശ്രേഷ്ഠരാക്കി പഠിച്ചിട്ടുണ്ട്. പുരുഷൻ പലതുകൊണ്ടും സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ് അവർ ഇവരുടെ രാജ്യത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന് പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ വടക്കത്? അത് പിന്നെ പറയാം. ശ്രേഷ്ഠത ഉണ്ടെന്ന് സമ്മതിക്കാം പുരുഷനെ അപേക്ഷിച്ച്. സ്ത്രീ അപേക്ഷിച്ച് പുരുഷന് ശ്രേഷ്ഠത ഉണ്ടെന്നുള്ള കാര്യം സമ്മതിക്കാം. നിങ്ങൾ സമ്മതിച്ചില്ലേ? പെണ്ണുങ്ങൾ സമ്മതിക്കും. അതിനെ അറിയും. ഒരു 10 പെണ്ണുങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിൽ അതിലൊരുക്കി പ്രസവിക്കാൻ നടക്കും. അങ്ങോട്ട് എനിക്ക് നിങ്ങളുടെ മോള് പ്രസവിക്കാം. അല്ലല്ല അവരെല്ലാം കൂടി ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുക. ചെയ്യുമ്പോൾ നിങ്ങളുടെ മോള് പ്രസവിച്ചു. എന്റെ കുട്ടി കുറച്ച് പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ അതിൽ ഒരുത്തിയുടെ നമ്മൾ പറയാം നിന്റെ മോള് പ്രസവിച്ചു എന്ന് പറഞ്ഞ ആദ്യം അവരുടെ ചോദ്യം എന്താ? നിങ്ങളുടെ മകള് പ്രസവിച്ചു എന്ന് അങ്ങോട്ട് പറഞ്ഞു കിട്ടാൻ ആദ്യം ചോദിക്കുന്നുണ്ടോ? സുഖപ്രസവമാണോ സിസേറിയനാണോ എന്നാണോ ആദ്യം ചോദിക്കുക? കുട്ടി എന്താ ആണെന്ന് പറ. കുട്ടി എന്ത് ചോദിച്ചു അല്ലേ? അല്ലേ അങ്ങനെ കുട്ടി എന്തെന്ന് ചോദിച്ചാൽ ഒരു പെണ്ണല്ലേ ചോദിച്ചത്? അവർക്കെന്താ വേണ്ട? അവർക്ക് വർഗബോധം വേണ്ടേ? ഇല്ല, കുട്ടി പെണ്ണ. ഇനിയുള്ളത് പെണ്ണാകട്ടെ എന്ന് മീകാർക്ക് ദ്വായ കടന്നു കൊടുത്താൽ മീകാർക്ക് വീട്ടിൽ പാർക്കുക ഒക്കുക. ഇപ്പോൾ ആ പെണ്ണാണ്, ഇങ്ങനത്തെ പെണ്ണായിക്കോട്ടെ എന്ന് വേണമെന്ന പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാകണമെന്നല്ലോ. ഒരൊറ്റ പെണ്ണും പോലൊക്കെ ആദ്യത്തെ കുട്ടി പെണ്ണാകാൻ ആഗ്രഹിക്കത്തില്ല. ആദ്യത്തെ കൺമണി ആണായിരിക്കണം. പിള്ളേർ പാടുന്ന കേട്ടിട്ടുണ്ട്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, പോരാ അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. അത് പെണ്ണിന് ആണിന് ശ്രേഷ്ഠത ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അഭിപ്രായം വന്നാൽ
അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് തർക്കിക്കുന്ന ആഹാരം പറപ്പ അത് നമ്മളില്ല. അതിന് പിന്നെ വെറുതെ ഒരു അന്ധമായ ബഹുമാനമാണോ? അല്ല, പലതുകൊണ്ടും ശ്രേഷ്ഠതല്ലേ. ഒന്നാമത്തത് ഒരു മനുഷ്യനും മൃഗങ്ങളുമായിട്ട് വേർപെടുത്തുന്ന ബുദ്ധി. രണ്ടാമത്തത് അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന അറിവ്. മൂന്നാമത്തെ ആരോഗ്യം. ഇതെല്ലാം സ്ത്രീകളെ വയറ്റി മുന്നിൽ വളരെ കൂടുതലല്ലേ. അപ്പം ആരോഗ്യം എന്നാ പറഞ്ഞ ബുദ്ധി സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ എന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രം തെളിച്ചു പോയി. 60 കിലോ ഭാരമുള്ള ഒരു പുരുഷനും 60 കിലോ ഭാരമുള്ള ഒരു സ്ത്രീ, രണ്ടുപേരുടെയും മാംസപേശികൾ ഒരേ രൂപത്തിൽ തലച്ചോറെടുത്ത് നോക്കിയാൽ എന്ത് കാര്യമില്ല. പുരുഷന്റെ തലച്ചോറിനേക്കാൾ കൂടുതൽ വെയിറ്റുണ്ട്, സ്ത്രീയുടെ തലച്ചോറിനേക്കാൾ കൂടുതൽ വെയിറ്റുണ്ട് പുരുഷന്റെ. ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? സൃഷ്ടിപരമായ വ്യത്യാസമാണ്. അപ്പോൾ ബുദ്ധി അവൾക്ക് കൂടുതലുണ്ടെന്നുള്ളതിൽ അവന് കൂടുതലുണ്ടെന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ്. ഒരു സ്ത്രീ ശരീരം സൃഷ്ടിക്കുന്നതിന് പുരുഷ ശരീരം ഉണ്ടാക്കുന്നതിനേക്കാൾ 10 or 20 ഇരട്ടി കൂടുതൽ പൈസ വരുമെന്നാണ് പറയുന്നത്. പെണ്ണിന്റെ ശരീരം പടക്കാം, അതൊക്കെ ചെയ്യാം. പുരുഷ ശരീരത്തിൽ ചെലവ് കുറവാണ്, പക്ഷെ കാര്യം നല്ല ഇതാ. പക്ഷെ അവരുടെ ചെലവ് കൂട്ടിയിട്ടിട്ട് അധികം വലിയ സംഖ്യ ചെലവാക്കേണ്ടി വരുന്നത് അവരുടെ ആർത്തവം മുലപ്പാട് നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉണ്ടാക്കാനാണ് പൈസയുടെ ചെലവ് കൂടുതൽ. അത് ആണുങ്ങളൊക്കെ കൊണ്ട് കേട്ടത് പുരുഷല്ല. ഇല്ലെങ്കിൽ കാശ് കൂടുതൽ ചെലവാക്കുന്ന കുഴപ്പമല്ലേ. പുരുഷന് ഒരു ഡ്രസ് എല്ലാം കൂടി വെക്കണമെങ്കിൽ 250 രൂപ, പെണ്ണിന് നല്ല സാരി വേണം രൂപ, ഇപ്പോഴത്തെ കണക്കാണെങ്കിൽ 15,000 രൂപ അങ്ങനെയാണ്. അല്ലെ, എല്ലാം കൊണ്ട് കുഴപ്പമാണ്. ചെലവ് മുഴുവൻ കൂട്ടും. പാഹത്തിയോട് ചെലവെല്ലാം ചെയ്ത് നമ്മളെ പിടിച്ച് മനുഷ്യനെ പിടിച്ച് മത്സരത്താക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഉച്ചക്കാലാണെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഏതായാലും ബുദ്ധി സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷനാണ് കൂടുതൽ. എങ്ങനെയാണെങ്കിലും ഒരു കഴിഞ്ഞ പരീക്ഷയ്ക്ക് റാങ്കെല്ലാം വാങ്ങിച്ചത് പെൺകുട്ടികളാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയല്ലോ. ന്യായമായി ചോദ്യമാണ്. ചെറിയൊരു സംശയം. വിഷയം എന്തായിരുന്നു അറിയാം. സബ്ജക്ട് ഏതാണ്? BA എന്ന് അത് ശരിയാ. കോളേജിലോട്ട് പെണ്ണുപിള്ളേർ വന്നാലേ പിന്നെ പുറത്തോട്ട് പോകാൻ സമ്മതിക്കത്തില്ല മാതാപിതാക്കൾ. അവിടെ യാത്ര എല്ലാവരും നടന്നു കഴിഞ്ഞാൽ വിളക്കം കത്തിച്ച് വെച്ച് കരിഞ്ചായ അരച്ച് വെച്ച് സുബഹി കഴിഞ്ഞ് ആടി പിന്നെ കാണാതെ പഠിക്കും. പുരുഷനോ അവൻ കോളേജിൽ നിന്നിട്ട് വന്നാൽ വെളിയിൽ നിന്നുകൊണ്ട് തന്നെ മേശപ്പുറത്തോട്ട് പുസ്തകം കൊണ്ടുവന്നിട്ട് വന്ന് പോക്ക് പോയാൽ യാത്ര 1 മണിക്കാണ് വരിക. ഏതെങ്കിലും കളിക്കിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് സ്വപ്ന ചെറുത്ത് കണ്ടു കൂടും. അവന് വായിക്കാനും പഠിക്കാനും. മറ്റേവള് കാണാതെ പഠിച്ചു കൊണ്ട് തന്നെ അങ്ങോട്ടങ്ങ് വരുന്നു. റാങ്ക് അവർക്ക് ഈ അതേസമയം മെഡിസിനും എഞ്ചിനീയറിങ്ങിനും എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞ്. അവിടെ റാങ്ക് ആർക്കായിരുന്നു കൂടുതൽ? അയ്യോടെ അത് ആമ്പിള്ളാരാവുണ്ട്. വേഗം ചെയ്യാതെ അത് കാണാൻ പഠിച്ചു വരുന്നതല്ല. അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് മറുപടി പറയണ്ട. അവിടെ വന്നപ്പോൾ റാങ്ക് കൂടുതൽ പുരുഷന്. ഇതൊക്കെ ആർക്ക് വ്യക്തമായിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് റയർ കേസിൽ നിന്ന് എഴുതി വരത്തില്ലെന്നല്ല, ഇഷ്ടമുള്ളതാണ്. ഒരു നമ്മൾ വളരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ഒരു പെണ്ണുണ്ടായത് വരാം, അത് ഇഷ്ടമുള്ളതാണ് അല്ലേ. അതിന് പുറത്ത് നിയമമില്ല. ഈ രണ്ട് സമൂഹമായിട്ട് രണ്ടായിട്ട് ഭയത്ത് കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഒരിക്കലും ബുദ്ധി കൊണ്ട് മറ്റേ സമൂഹത്തിൽ നിൽക്കാൻ കഴിയില്ല. അപ്പൊ ബുദ്ധി കൊണ്ട് നിലച്ചു നിൽക്കുന്നവർ. രണ്ടാമത്തെ അറിവ് ഈ ബുദ്ധിയുടെ ഉൽപ്പന്നമാണല്ലോ. ബുദ്ധി ആണല്ലോ അറിവുണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അറിവും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കല്ലേ കൂടുതൽ ആണല്ലോ. 1,24,000 അമ്പിയാക്കൾ അള്ളാഹുത്താല ഈ ലോകത്ത് അയച്ചെന്ന് പറഞ്ഞു. കൈവശമെങ്കിലും ഒരു പെണ്ണിനയക്കല്ലേ, ഒരു ഞെരിച്ച് കൈവശം ഇട്ടുപോയാണെങ്കിലും ഒന്ന് പറയാം ഇല്ലേ. അത് അയച്ചിട്ടേ ഇല്ല. വിജാലൂഹിയിലെയും അല്ലേ, പുരുഷന്മാരെ അല്ലാതെ ഞാൻ വിചാരത്തും കൊടുത്തയച്ചിട്ടില്ല. അപ്പം അറിവ് കൂടുതൽ അവർക്ക് തന്നെയാണ്. അപ്പൊ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു സമൂഹം ഈ രണ്ട് കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യത്തിന് മേൽനോട്ടം വഹിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് തെറ്റാണ്. ഒരു കുട്ടിക്ക് ഒരു രക്ഷകർത്താവിന്റെ മേൽനോട്ടം എത്ര അനിവാര്യമാണോ അതുപോലെ ഒരു പെണ്ണിനൊരാണിന്റെയും കൂട്ടു വേണം. പക്ഷേ കുട്ടിക്ക് രക്ഷകർത്താവ് വേണമെന്നുള്ളത് സ്ഥൂലമാണ്. അത് യഥാർത്ഥത്തിൽ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു സമൂഹം ഈ രണ്ട് കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യത്തിന് മേൽനോട്ടം വഹിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് തെറ്റാണ്. ഒരു കുട്ടിക്ക് ഒരു രക്ഷകർത്താവിന്റെ മേൽനോട്ടം എത്ര അനിവാര്യമാണോ അതുപോലെ ഒരു പെണ്ണിനൊരാണിന്റെയും കൂട്ടു വേണം. പക്ഷേ കുട്ടിക്ക്
ഒരു പെണ്ണിന് ഒരു മേൽനോട്ടത്തിന് ഒരു ഉപദേശത്തിന്റെ ഒരു ആണ് വേണമെന്നുള്ളത് സൂക്ഷ്മമാണ് എന്നുള്ള വ്യത്യാസമേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അറിവ് കൊണ്ട് നിലച്ച് നിൽക്കുന്ന പുരുഷൻ, ബുദ്ധി കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ആരോഗ്യവും പുരുഷനില്ല, ധൈര്യം പെണ്ണെ കാണോ? അതെ, ഗാനങ്ങൾ. അതെ, ഒരു പെണ്ണ് ധൈര്യം കാണിക്കുന്നത് അത് നിയമമല്ല. ഒരു പെരയ്ക്ക് അങ്ങോട്ട് തീ പിടിക്കട്ടെ. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിന് തൊട്ട് പടിഞ്ഞാറ് വെച്ച് ഒരു ചെറ്റപ്പുര വാഴപ്പറമ്പിൽ എന്ന് പറയും. റമദാൻ കാലം പടിഞ്ഞാറ് വെച്ച് നിൽക്കുമ്പോൾ പെരയുടെ മൂന്നാമത്തൊന്ന് തീ മേപ്പോട്ട് കയറും. ഞങ്ങൾ ഇവിടെ തോടിന് ചാടി 2-3 ചാട്ടം ചാടി അപ്പുറത്ത് നിന്ന് ചാടി പെരയുടെ പുറത്ത് കയറുന്നാൽ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചീത്ത പറഞ്ഞു. തീയിട്ട് ഞാൻ മേലെ ഇരിക്കുന്ന കാണാം. ഞാൻ ചെന്നുകൊണ്ട് മേലെ കയറിയിട്ട് ഈ പെരയുടെ 4 വശത്തുള്ള ഓടയൊന്ന് പൊളിച്ചു തീയുടെ ചുറ്റിന് കൊള്ളാം. അപ്പം തോടാ ഒരു ചെളിയും മണ്ണും കൂടെ വാരി എറിയുന്നതെല്ലാം എന്റെ കണ്ണിലും മാറ്റൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആ വീട്ടുകാരൻ ഞാനും എല്ലാവരും കൂടി കെടുത്താൽ ഇപ്പൊ ആട് മുഴുവൻ പെട്ടേക്കും വരുമ്പോൾ ആ വീട്ടുകാരൻ സുഖമായിട്ട് പായും കിടങ്ങനും വെച്ച് കിടന്ന് ഉറങ്ങി. തീ കണ്ടോ എന്ന് പറഞ്ഞിടക്കാൻ എപ്പോഴേ കിടന്നു 30 ഉറക്കമായി. പിന്നെ വന്ന് വെള്ളം കോരി മുഖത്തെല്ലാം ഒഴിച്ച് കണ്ണൊക്കെ തുറന്ന് കത്തിച്ച് രക്ഷപ്പെടുത്തിയത്. അത് നിങ്ങളുടെ ധൈര്യക്കുറവാണ്. ആണുങ്ങൾ ചാടി പെരയുടെ പുറത്തോട്ട് തീരെടുത്താൽ കഴിഞ്ഞ മുഖത്ത് കിടന്ന് ഉറങ്ങുക സംഭവമല്ലേ? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായ ഉടനെയുള്ള കാര്യം, ചെറിയ കാര്യം വന്നാൽ പെണ്ണുങ്ങൾ കഴിയുമല്ലോ. അപ്പൊ ധൈര്യം കുറവാണ്. ധൈര്യം കുറവെന്ന് പറഞ്ഞത് ബ്ലസ്സിൽ ലണ്ടൻ ലോബോറട്ടറിയുടെ എന്തോന്നല്ലേ, ഒരു പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് രക്തത്തിന്റെ ശല്യം കുറവല്ലേ? ബ്ലഡ് സെല്ലുകൾ കുറയുമ്പോൾ ധൈര്യം കുറയുമല്ലേ? അറിയാമല്ലോ. അവരുടെ ഹാർട്ടിലെ പ്രവർത്തനം തന്നെ എത്ര വ്യത്യാസത്തിലാണ് കിടക്കും. ഒരു പുരുഷന്റെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ബന്ധം തന്നെ എത്ര വ്യത്യാസത്തിലാണ് കിടക്കും. നമ്മുടെ രക്തം നമ്മളുടെ ഈ ഹാർട്ട് എന്ന് പറയുന്ന സാധനം ഒരു ദിവസം 24 മണിക്കൂറിൽ എത്ര ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അല്ലേ? അതെ, അതാ സംശയം വരുന്നത്. ബൈ എ സിംഗിൾ ബീറ്റ്, ഞങ്ങൾക്ക് ഒരു കുട്ടിക്കാലത്തിനായിട്ട് പഠിക്കുക. ബൈ എ സിംഗിൾ ബീറ്റ് അവർ ഹാർട്ട് ഈസ് capable of pumping 6 cubic inches of blood. In this way, by continuous work of 24 hours in a day, our heart is capable of pumping 2,500 gallons of blood to every nook and corner of our body. അന്ന് കുട്ടികൾ MBBS പിള്ളേർക്ക് പഠിപ്പിക്കുന്നതായി ഒരു മണിക്കൂർ ഒരു മിനിറ്റില് ഇങ്ങനെ 62 to 92 എന്നങ്ങോട്ട് പറയും. ഒരു നോർമൽ മിനിറ്റ് എന്നൊക്കെ പറയും ഇവരുടെ ഭാഷ. അങ്ങനെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡിൽ ഒന്നിൽ കൂടുതൽ അടിക്കുന്ന ഹാർട്ട്. ഒരടി ഇങ്ങനെ അടിക്കണമെങ്കിൽ 6 കുബിക്ക് രക്തം വേണമെന്ന്. 6 കുപ്പിയല്ല, കുബിക്കിന് ഒരു ഇഞ്ച് അടിഞ്ഞ് 6 പാത്രം രക്തം ഉണ്ടെങ്കിൽ ഒറ്റ ഒരടി അടിക്കാൻ. ഈ മാർഗത്തിൽ ബൈ കണ്ടിന്യൂസ് വർക്ക് ഓഫ് 24 hours 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ 2,500 കാലം 2,500 കാലം. ഒരു കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കുപ്പിയാണ് അല്ലേ? അങ്ങനെ 2,500 കാലം രക്തം പമ്പ് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ ഹൃദയം. അപ്പൊ അത്രയും രക്തം നമ്മളില്ല. അതിനാണ് ഓർത്താൽ അവിടെ ഹാർട്ടിന്റെ ഒരു ഭാഗത്ത് ശുദ്ധീകരണ സ്ഥലം സ്ഥാപിച്ചിരിക്കും. ശരീരത്തിൽ ഈ ഹാർട്ടിന്റെ ഭാഗത്ത് നമ്മൾ ശുദ്ധി ചെയ്യും. ശരീരത്തിന്റെ എവൻ നോക്കാൻ കോർണർ ഓഫ് അവർ ബോഡി, ശരീരത്തിന്റെ മുക്കിലേക്ക് മൂലയിലേക്ക് ഒക്കെ പോയിട്ട് തിരിച്ചു കറങ്ങി ഇവിടെ വരും. ഇവിടുന്ന് ഓക്സിജൻ മിക്സിൽ ശുദ്ധി ചെയ്ത് പുറത്തോട്ട് പമ്പ് ചെയ്യില്ല. അങ്ങനെ മൊത്തത്തിൽ പമ്പിങ് നടക്കുന്നതിന് കണക്കായി ശരീരത്തിൽ ഇത്രയും പണ്ട് നമ്മളെങ്ങനെ നടക്കുന്നത് ഒരു വലിയ പഞ്ചായത്ത് ടാങ്ക് വിഭജനം തെറ്റും. അതുകൊണ്ട് നമ്മളെങ്ങനെ നടക്കുക. അപ്പൊ ഈ മുഴുവൻ ഒക്കെ ശുദ്ധി അതാണ് പറഞ്ഞത്. ആരെങ്കിലും ഒരുത്തൻ ആരെങ്കിലും അവന്റെ ശരീരത്തെ ശരിക്ക് പഠിച്ചാൽ അള്ളാഹുവിനെ പഠിക്കും. അള്ളാഹു ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തി ഇങ്ങനെ പലത കൈയിന്റെ ഹേമത്വമോത്ത് ഇവന് നീർ കവിയുന്നു കണ്ണിലെ നേൽക്കാൻ പറഞ്ഞു. ഓരോന്നും പുറത്ത് ചെയ്യുന്ന കാര്യം ഓമൽ പ്രഭാത രുചിയെന്നുയർന്ന നീലവ്യോമസ്ഥലം സ്വയം എരിഞ്ഞതുമർക്കബിംബം ഇരുമൽ ധരിത്രിയുടെ പട ചെയ്ത കയ്യിൽ ഹേമത്വമോർത്തിവന് നീർ കവിയുന്നു കണ്ണിൽ. ആ കൂട്ടത്തിൽ മറ്റേതും പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ കൃഷിയൊക്കെ മനസ്സിലാക്കാൻ. അപ്പം ആ പടത്തിൽ നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കുന്ന രീതിയെപ്പറ്റി ചിന്തിച്ചാൽ നമ്മൾ അന്തർന്നിട്ട് പോകും. പ്രിയപ്പെട്ടത്
നിങ്ങൾക്ക് പടച്ചോൻ ചെയ്യുന്ന നിയമത്തിന്റെ എണ്ണം ആ ഹൃദയത്തിൽ നടിച്ചുകൊണ്ടിരിക്കുന്ന പമ്പിങ് ഒരു സെക്കൻഡോ ഡോക്ടർ ചോദിച്ചോ കൃത്യം പറയും. ഒരു സെക്കൻഡോ അല്ല 2 സെക്കൻഡോ ഹാർട്ടിന്റെ അടി നിന്ന് പോയാൽ തലച്ചോറ് പിന്നെ തിരിഞ്ഞെടുക്കാൻ വയ്യാത്ത വിധത്തിൽ ചീത്തയായി പോവും. അങ്ങനെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം കണ്ടിന്യൂസായിട്ട് നടക്കുന്ന ഒരു ഫാക്ടറിയും ഭൂമിയിൽ നമ്മൾ കാണുകയില്ല. ഇത്രയും വലിയൊരു ഫാക്ടറി കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പടച്ചോന്ന് രക്തത്തോട് രക്തവനാണെന്ന ബ്ലഡ് വെസൽ ആ രക്തം നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ദൂട് രക്തം ഹോട്ടിൽ കട്ടയായി പോയാൽ നമ്മുടെ പരിപാടി ഇതൊന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഏത് സമയത്തും കട്ടയാകാൻ പറ്റിയ ചുറ്റുപാടില്ലേ ഇരിക്കുന്നു. ഈ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബേ സുബ്ഹാനക അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽഹാ ലനാ ഇലാ അഹ്സനിൽ ഹാൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഈ പരിപാടികൾ മുഴുവൻ നോക്കിയാൽ പുരുഷന്റെ ശരീരത്തിന്റെ മഹത്വവും കഴിവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്തത്തിന്റെ സെല്ലുകൾ കൂടുതൽ, ബുദ്ധി തലച്ചോറ് കൂടുതൽ, ആരോഗ്യം കൂടുതൽ, അതുവഴി ധൈര്യം കൂടുതൽ, എഴുവ് കൂടുതൽ, അറിവ് കൂടുതൽ, എല്ലാം കൊണ്ട് മുൻപ് നിൽക്കുന്ന പുരുഷവർഗം സ്ത്രീവർഗത്തിന്റെ കാര്യങ്ങൾക്ക് മേൽനോട്ടം ഉണ്ടാകണമെന്ന് പറഞ്ഞില്ലായിരുന്നു പെണ്ണുങ്ങളോട്.